كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. കൈവശം ഉള്ളിൽ ചെന്ന് പ്രയാസപ്പെട്ട് നിരന്തരമായ ചികിത്സകൾക്ക് വിധേയമായിട്ടും ഫലം കാണാതെ വ്യാകുലപ്പെട്ട് ദുഃഖിതരായി കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ഇന്നത്തെ പ്രോഗ്രാമിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചികിത്സയുടെ പേര് പറഞ്ഞ് ഒരാളെ കണ്ട് മറ്റൊരാളെ കണ്ട് വേറൊരാളെ കണ്ട് പിന്നെ വീണ്ടും കേൾക്കുകയാണ് മറ്റൊരിടത്ത് അത്ഭുതകരമായി ചികിത്സിക്കുന്ന മറ്റൊരാളുണ്ട്, വീണ്ടും അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ കൃത്യമായ ചികിത്സ നേടാതെ വിവിധ തരത്തിലുള്ള ആളുകളെ കണ്ട് ചികിത്സകൾക്ക് വേണ്ടി പരക്കം പായുന്ന ആളുകൾക്ക് അവർ ശരിയായ ചികിത്സകനെ കണ്ട് നിരന്തരമായ ചികിത്സ ലഭ്യമാക്കിയാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. അതായത് ചിലപ്പോൾ ശരിയായ ചികിത്സകനെ കണ്ടെത്തുന്നു, ചികിത്സ നേടുന്നു, പക്ഷേ പറഞ്ഞ കൃത്യമായ രീതിയിലുള്ള ചികിത്സ അവർ പിന്തുടരുന്നില്ല. ഒരു ദിവസം ഖുർആൻ കൊണ്ട് ചികിത്സിച്ചു, ഓതി, അല്ലെങ്കിൽ 2, 3, 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചികിത്സിച്ചു, ഈ ചികിത്സ കൊണ്ട് എനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് നിരാശനാകുന്നു. അതിനെ നിരന്തരം തൻ്റെ ജീവിതത്തിൽ ആ ചികിത്സ തുടരുകയും ഫലം കാണുന്നില്ലെങ്കിൽ ചികിത്സകനെ സമീപിക്കുകയോ ചികിത്സകനുമായി ബന്ധപ്പെട്ട് വീണ്ടും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ആ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടുതൽ മനസ്സിലാക്കി തുടർച്ചയായി ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. പലരും ഒരാഴ്ച ചികിത്സിച്ചു അല്ലെങ്കിൽ 2 ആഴ്ച ചികിത്സിച്ചു, പിന്നെ പല തിരക്കുകളിൽപ്പെട്ടു, ചെറിയ ആശ്വാസങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പിന്നെ തൻ്റെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളുമായി ഇടപെട്ടു, ചികിത്സ ഒരിടത്ത് മുറിയുന്നു. പിന്നെ പ്രയാസമെന്ന് തോന്നുമ്പോൾ സ്വമേധയാ തന്നെ വീണ്ടും ആ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്നു, വീണ്ടും നിർത്തുന്നു, വീണ്ടും പ്രയാസം കാണുമ്പോൾ വീണ്ടും ചികിത്സിക്കുന്നു, വീണ്ടും നിർത്തുന്നു. ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് ഫലം കിട്ടുകയില്ല. മറിച്ച് ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ രാവിലെ മന്ത്രം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടും ചികിത്സിക്കണം, അത് പിറ്റൊന്നും അത് നടക്കണം, അങ്ങനെ തുടർച്ചയായിട്ട് നടക്കണം. ശിഫയാകുന്നതുവരെ പൂർണ്ണമായി ഞാൻ ഇതിൽ നിന്ന് മോചിതനായി എനിക്ക് ചികിത്സ ലഭിച്ചു എന്ന് ബോധ്യപ്പെടുന്നത് വരെയും അവൻ ആ ചികിത്സയിൽ നിരന്തരമായി തുടർന്നാൽ മാത്രമേ അവൻ അതിന് ഫലം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഫലം കിട്ടുകയില്ല. അത് ബാത്തിലായി എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തി ചികിത്സ പൂർത്തിയായി എന്ന ഒരവസ്ഥയിലാണ് അവൻ ആ ചികിത്സ ലഭിച്ചു എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. പല രോഗികളും ഇത് ഉറപ്പിക്കുന്നില്ല, ഇതിന് ഫലം കിട്ടാത്തൊരവസ്ഥയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഫലം കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റ് ചികിത്സകന്മാരെ സമീപിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പലപ്പോഴും അനുഭവപ്പെടുന്ന പ്രധാന കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആനികമായി ചികിത്സ സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ചികിത്സ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്നു എന്ന് ഉറപ്പ് വരുത്തി ആ ചികിത്സയെ നിലനിർത്തുക. ചില രോഗികൾ 3 ദിവസം കൊണ്ട് ഫ്രീയാവും, ചില രോഗികൾക്ക് ഒരാഴ്ച ചികിത്സ ലഭിച്ചാലേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ, ചിലർക്ക് ഒരാഴ്ചയും പോരാ, കൂടുതൽ സമയമെടുക്കും. രോഗമെന്ന് പറയുന്നത് നിങ്ങളെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനുള്ള ഒരു പ്രയാസം നമ്മൾ വന്നു ചേർന്നതല്ല, അത് ആദ്യം മനസ്സിലാക്കണം. രോഗമെന്നത് അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു സംവിധാനമാണ്. കാരണം രോഗം വരുമ്പോൾ ഒരു പരീക്ഷണം എന്നിലേക്ക് വന്നു എന്ന് നാം മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് ഇരയായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് തൻ്റെ തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങനെ തൻ്റെ രോഗകാരണങ്ങൾ കണ്ടെത്തി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അവൻ എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ രോഗത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോഴാണ് അതിൻ്റെ ഫലം അവന് കൃത്യമായി ലഭിക്കുക. അതുകൊണ്ട് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട രോഗം എന്തുകൊണ്ട് ഫലപ്രദമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നില്ല എന്ന മറ്റൊരു കാരണത്തിലേക്ക് നമുക്ക് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
من سؤال